ഹലോ പുഷ്പ മാം, വെൽക്കം ടു VMC മാ. എപ്പോ മുതലാ ധ്യാനം ചെയ്യാൻ തുടങ്ങി? എന്തൊക്കെ അനുഭവം ഉണ്ടായേ? 2-3 ആഴ്ചയായിട്ടുള്ളൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. നന്നായിട്ട് ദേഷ്യം. അമ്മേനൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമായിരുന്നു. അമ്മയോട് എന്താ ദേഷ്യം വരാൻ കാരണം? എന്താ പറയുന്ന എന്തെങ്കിലും അങ്ങോട്ടും കൂടി പറഞ്ഞിട്ട് വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് അമ്മയോടൊക്കെ ദേഷ്യം കാണുമ്പോഴേ ദേഷ്യം വരുമായിരുന്നു. മിണ്ടാലൊന്നും ഇല്ല കുറെ ആയിട്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് ഇത് കേൾക്കാൻ തുടങ്ങിയ പോലെ കുറച്ചായിട്ട് ക്ഷമ കിട്ടുന്നുണ്ട് അമ്മയോട്. ആരോടും അങ്ങനെ ദേഷ്യം തോന്നുന്നില്ല. VMC വീഡിയോസ് കേട്ട് ധ്യാനം ചെയ്തപ്പോ എപ്പോഴൊന്നും കേൾക്കാറില്ല, ഞാൻ ഇടയ്ക്ക് എപ്പോഴും കേൾക്കാറുള്ളൂ. ആ കേട്ടതും കൊണ്ട് തന്നെ തിരിച്ചറിവുണ്ടായി, മാറ്റം വരുന്നുണ്ട് എനിക്ക്. ധ്യാനം എത്ര സമയം ചെയ്യുന്നുണ്ട്? ഞാൻ അങ്ങനെ ഒരുപാട് നേരം ചിലപ്പോൾ അരമണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ അങ്ങനെയൊക്കെ കടയിലിരിക്കുമ്പോൾ കുറച്ച് നേരം ചെയ്യും. അപ്പൊ ആ കുറച്ച് ധ്യാനത്തിലൂടെ തന്നെ ഇത്രയും മാറ്റം വന്നു. അപ്പൊ എനിക്ക് മാറ്റം തോന്നുന്നുണ്ട്. അപ്പൊ ഇനി കൂടുതൽ സമയം ചെയ്താൽ ഇവിടെ നിന്ന് ധ്യാനത്തിൽ ഇരുന്നപ്പോഴും അതെ നന്നായിട്ട് അങ്ങനെ ഒരു വിറയൽ പോലെ വന്നു. അങ്ങനെ പൊന്തി പോണ പോലെ എന്തൊക്കെയോ ഒരു അനുഭവം. അതെ, വേദന ഉണ്ടായിരുന്നു ശരീരമൊക്കെ, കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. വേദന വരുന്നത് ക്ലെൻസിങ് പ്രോസസ്സ് സംഭവിക്കുമ്പോഴാണ്. ഇപ്പൊ ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത്രയും മാറ്റം വന്ന കൂടുതൽ സമയം ധ്യാനം ചെയ്ത് എത്ര മാറ്റം ഉണ്ടാവും മനസ്സിലായോ? അപ്പൊ ഇനി മുതൽ അങ്ങനെ ചെയ്യോ? പിന്നെ VMCയിലെ വീഡിയോ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കുക കേട്ടോ, യാത്ര ചെയ്യുമ്പോഴും പണിയെടുക്കുമ്പോഴൊക്കെ. അപ്പോൾ ശ്രവണത്തിലൂടെ മനോമാലിന്യവും ധ്യാനത്തിലൂടെ ആത്മാവിലെ, അതായത് ആത്മാവ് ഒരുപാട് ജന്മങ്ങളിലൂടെ ഒരുപാട് സംസ്കാരം, ഈ കോപം, ദേഷ്യം, വെറുപ്പ്, ഇതൊക്കെ നമ്മളുടെ ആത്മാവിലുള്ള ദുർഗുണങ്ങളാണ്. അപ്പൊ അതിനൊക്കെ കഴുകിക്കളയാൻ ആത്മാവിൽ അഭിഷേകം ധ്യാനം. അപ്പൊ ധ്യാനത്തിന്റെ അളവ് കൂട്ടുക, ശ്രവണം കൂടുതൽ, VMCയിലെ വീഡിയോസ് കേൾക്കുക. അപ്പൊ ഇത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കൂ. ദേഷ്യത്തിൽ മാറ്റം വന്നില്ല? അപ്പൊ അമ്മോട് സ്നേഹം ഉണ്ടോ? ഇപ്പൊ നന്നായിട്ട് മാറ്റം. എനിക്ക് മറ്റേ അമ്മയെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യമായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പോഴോ? ഇപ്പൊ ഇല്ല, ദേഷ്യം എല്ലാം പോയി. അമ്മോട് സ്നേഹം വന്നോ? വരാൻ തുടങ്ങി. ഗർഭപാത്രത്തെ അല്ലേ, ഗർഭപാത്രത്തിന്റെ കടം വീട്ടണമെങ്കിൽ സ്നേഹത്തോടെ കടം വീട്ടണം. അമ്മയമ്മയാണ്. പക്ഷെ അമ്മയെ കാണുമ്പോ തന്നെ ഒരു ആദ്യമൊക്കെ എനിക്ക് നല്ല ദേഷ്യമായിരുന്നു. അപ്പൊ കുറച്ചായിട്ട് ആ ഒരു ദേഷ്യം ഇല്ല മനസ്സിൽ. എന്റെ അമ്മയച്ചർക്ക് മരിച്ചുപോയി. അത് ശരി. കുറേയായി. അപ്പൊ അവരെ സ്വന്തം അമ്മയായിട്ട് കാണുക. അവരുടെ മകനല്ലേ കല്യാണം കഴിച്ച്. അപ്പൊ അവരെ അമ്മയായി കാണേണ്ട കടണ്ട് കുട്ടിക്ക്. അതുകൊണ്ട് അവിടെ തന്നെ മരുമകളായി ചെന്നത് മോളൂ. അപ്പൊ അമ്മായിയമ്മ സ്വന്തം അമ്മയായി കാണില്ലേ? അപ്പോൾ അതേപോലെ എല്ലാ മരുമക്കളും അമ്മയമ്മയും അമ്മയായി കാണണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്താലെയാണ്, കടം വീട്ടാനാണ് ആ മകന്റെ ഭാര്യയായി ആ അമ്മയുടെ മരുമകളായിട്ട് ആ വീട്ടിൽ ചെന്നുള്ള തിരിച്ചറിവുണ്ടാവും. ഓക്കെ ബേബി, ലവ് യു മാ. താങ്ക് യു.